അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഖാലി സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായി മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ 3 പതിറ്റാണ്ട് കാലം വഹിച്ച ഖാലി സ്ഥാനത്തേക്ക് അങ്ങയുടെ സഹോദരനും അതുപോലെ മാഹിദീൻ ചെയർമാനുമായ ഖലീൽ തങ്ങൾ ഉസ്താദിന് തലപ്പാവ് അണിയിച്ചുകൊണ്ട് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സ്ഥാനാരോഹണം നടത്തുന്നു. തലപ്പാവ് തങ്ങൾ ഉസ്താദിന് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് ധരിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സ്ഥാനപത്രം അണിയിച്ചുകൊണ്ട് മഹാനായ സയ്യിദ് അലി ബാഫക്കി തങ്ങളും മഹാനായ സൈനുല്ലാബിൻ ബാഫക്കി മലേഷ്യ 2 സയ്യിദന്മാർ മഹാനായ തങ്ങൾ ഉസ്താദിന് സ്ഥാനവസ്ത്രം അണിയിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പഞ്ചായത്തിലെ ഉമറാക്കൾക്ക് വേണ്ടി കാരണവന്മാർക്ക് വേണ്ടി എ ടി അബ്ദുൽ കരീം ഹാജി തങ്ങൾ ഉസ്താദിന് ഷാൾ അണിയിക്കുന്നു. എ ടി അബ്ദുൽ കരീം ഹാജി തങ്ങൾ ഉസ്താദിന് ഷാൾ അണിയിക്കുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ മകൻ സയ്യിദ് ഷഹീർ അൽ ബുഖാരി തങ്ങൾ ഉസ്താദിന് ഷാൾ അണിയിക്കുന്നു. അതിനുവേണ്ടി ഷഹീർ ബുഖാരി തങ്ങളെ ക്ഷണിക്കുന്നു. മഹല്ലിനെ പ്രതിനിധീകരിച്ച് മഹല്ല് സെക്രട്ടറി ഹംസക്കോയ ബാക്കറി കടലുണ്ടി ഉസ്താദിനെ ഷാൾ അണിയിക്കുന്നു. അതിനുവേണ്ടി ക്ഷണിക്കുന്നു. സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഈ മഹത്തായ സദസ്സിനെ അഭിസംബോധന ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് പ്രസംഗിക്കുന്നു. ഉസ്താദിനെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. കടലുണ്ടി മഹലിലെ ഉത്തരവാദപ്പെട്ട ആളുകളെല്ലാവരും എന്നെ ഏൽപ്പിച്ചതനുസരിച്ച് ആ മഹലിലെ ഖാദിയായി തങ്ങളെ നിശ്ചയിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ, ജാമിയ സഅദിയ പ്രിൻസിപ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, ആലിമീങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളവരുടെ അനുസ്മരണ യോഗമാണ് നടക്കുന്നത്. ആ കൂട്ടത്തിൽ പാരമ്പര്യമായി കാലങ്ങളായി ഇവിടെ ഈ മഹല്ലത്ത് സയ്യിദന്മാരുടെ നേതൃത്വത്തിലാണ് നടന്നു വന്നത്. അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇവിടെയുള്ള ഖാദിയായിരുന്നു. മഹാനവറുകളുടെ വിയോഗത്തിന് ശേഷം തന്റെ സഹോദരൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ തന്നെയാണ് അതിന് 100% അർഹതയുള്ള ആൾ എന്ന് മനസ്സിലാക്കി ഈ നാട്ടുകാർ അങ്ങനെ തീരുമാനിക്കുകയും എന്നെ ഏൽപ്പിച്ച്
അതനുസരിച്ച് ഞാൻ തങ്ങളുമായി ബൈഅത്ത് നടത്തി ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടുകൂടി ഈ മഹല്ലത്തിലെ ഖാദിയായി മഹാനവറുകൾ സ്ഥാനം ഏറ്റുകഴിഞ്ഞു. രണ്ട് കാര്യമാണ് ഇവിടെ പറയാൻ ഉള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലാഹുവിന്റെ അലംഘനീയമായ നിയമം സമയം വരുമ്പോൾ ആരും പോകും. വലില്ലാഹി മാ അഅത വലില്ലാഹി മാ അഖദ വലില്ലാഹി മൻ അഅത വലില്ലാഹി മൻ അഖദ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു, അല്ലാഹു തആല എടുക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ അല്ലാഹു നിശ്ചയിച്ച സമയമായപ്പോൾ നമ്മിൽ നിന്ന് അല്ലാഹു തആല എടുത്തു. ഒരു സയ്യിദ് ആയതിന് പുറമെ ആലിമും ആയിരുന്നു. ആലിമും സയ്യിദുമായതോടുകൂടി നല്ല ഒരു സംഘാടകനും പ്രവർത്തകനുമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവർ. അതാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. തങ്ങളെ അനുസ്മരണം എന്ന നിലക്ക് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട്. വഫാത്തായി പോയ ആളെ അനുസ്മരിക്കലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലും ഇസ്ലാമിക ശരീഅത്തിൽ ഉള്ളതാണ്. ഒരാൾ മരണപ്പെട്ടു പോയാൽ അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസം അല്ല. മറിച്ച് അവരുടെ മറ്റൊരു ജീവിതത്തിലേക്ക് അവർ പ്രവേശിച്ചതാണ്. ശ്രദ്ധിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. മൗത്ത്, മരണം എന്ന് പറഞ്ഞാൽ ഇന്തിഖാലുൻ മിൻ ഹയാത്തിൻ ഇലാ ഹയാത്തിൻ ഉഖ്റ, ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങുക മാത്രമാണ് മൗത്ത് കൊണ്ട് ഉണ്ടാകുന്നത്. അല്ലാതെ മൗത്തോടുകൂടി ഹയാത്ത് പൂർണ്ണമായി അവസാനിച്ചു പോവുകയല്ല. ഇമാം ഗസാലി തങ്ങൾ പ്രത്യേകമായി അത് നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല അതിന് തെളിവായി പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് കാണാം. ഖലഖൽ മൗത വൽ ഹയാത അല്ലേ? ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. മൗത്തിനെ അല്ലാഹു പടച്ചു, ഹയാത്തിനെ പടച്ചു. ഹയാത്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒന്നുമില്ലാതെ പുറത്തായി പോവുകയാണ് മൗത്ത് എങ്കിൽ അങ്ങനെ അല്ലാഹു പറയില്ലല്ലോ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഖലഖൽ മൗത വൽ ഹയാത്ത്, മൗത്തിനെ അല്ലാഹു പടച്ചതാണ്, ഹയാത്തിനെയും അല്ലാഹു പടച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ ജീവിതവും എന്റെ മരണവും ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്തും മരിച്ചതിന്റെ ശേഷവും ഞാൻ നിന്റേതാണ് അല്ലാഹ്, നിനക്കുള്ളതാണ് റബ്ബേ എന്ന് അല്ലാഹുവിനോട് നാം പ്രഖ്യാപിക്കുന്നതും അത് തന്നെയാണ്. എന്റെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, സഹോദരങ്ങളെ, നാം ഈ സമയത്ത് ചിന്തിക്കേണ്ടത് മൗത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മൗത്ത് നമുക്ക് വളരെ ഗൗരവമുള്ള ഒന്ന് തന്നെയാണ്.
മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിൽ പോകുമെന്ന് അല്ലാഹു തആല കണക്കാക്കിയ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് വേഗം മരിച്ചു കിട്ടലല്ലേ നല്ലത്? അല്ലേ? അവൻ ഇപ്പോഴത്തെ ഈ കച്ചറയൊന്നും വേണ്ട എന്നല്ലേ തോന്നുക. എന്നാൽ ഹയാത്ത് നീട്ടിക്കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അതെന്തിനാണ്? അത് ഇവിടുത്തെ ഈ ദുനിയാവിന്റെ ഈ പവറും എടുത്തിട്ട് നടക്കാൻ അല്ല. അതിനേക്കാളും പവറല്ലേ സ്വർഗത്തിന്റെ പവർ. അപ്പൊ സ്വർഗത്തിന്റെ ആളായിട്ട് എന്നെ നാളെ തന്നെ ഇപ്പൊ തന്നെ മരിപ്പിക്കണം എന്ന് ദുആ ചെയ്യുന്നതിന് പകരം എനിക്ക് ഒരുപാട് കാലത്തെ ഹയാത്തുകളെ നീട്ടിത്തരണം എന്ന് പറയുകയാണ്. അതെന്തിനാണെന്നറിയുമോ? ഈ ഹയാത്തിന്റെ ഓരോ സെക്കൻഡിലും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിന് ദിക്ർ ചൊല്ലുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാതെ ദുനിയാവിലേക്ക് നല്ല മാളികയുണ്ട്, പുരയുണ്ട്, മണിമന്ദിരമുണ്ട്, കിടക്കയുണ്ട്, തലയാണയുണ്ട്, വിരിപ്പുണ്ട്, അവിടെ എന്നെ കുറെ കൂടി കാലം എന്നെ ഇങ്ങനെ കിടത്തിത്തരണം അല്ലാ എന്നല്ല നമ്മൾ ദുആ ചെയ്യുന്നത്. കാരണം ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമീഅത് വലാ ഖതഅ അലാ ഖൽബി ബശർ. അല്ലാഹുവിന്റെ സ്വർഗമെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, ഹൃദയത്തിൽ ഉദിക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഏറ്റവും വലിയ മഹോന്നതമായ പദവിയാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന വിധത്തിൽ എന്നെ ഇപ്പോൾ തന്നെ മരിപ്പിച്ചു തരണം എന്ന് ഒരു മനുഷ്യനും ദുആ ചെയ്യില്ല. അല്ല, ദുആ ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം ആ സ്വർഗത്തിൽ പോവുകയാണെങ്കിലും ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കൂടി എനിക്ക് കിട്ടണം, അല്ലാഹുവിന് ഇബാദത്ത് ഒരുപാട് ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് എന്റെ വയസ്സ് നീട്ടിത്തരയണമേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നത് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. എന്നാൽ അല്ലാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കും. അല്ലാഹു നമുക്കെല്ലാവർക്കും ഒരുപാട് കാലം അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണം അല്ലാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മൗത്തിന്റെ ശേഷം മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ തന്റെ ശറഹ് മുസ്ലിമിൽ പ്രത്യേകം എടുത്തുദ്ധരിച്ചു, ഇത്തഫഖൽ മുസ്ലിമൂന അലാ അന്ന ദുആഅ വസ്സദഖത യഖ്ലു ലിൽ മയ്യിത്തി. ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചു മനസ്സിലാക്കി, മരിച്ച വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുക, മരിച്ച വ്യക്തിക്ക് വേണ്ടി സദഖ ചെയ്യുക, ഈ കാര്യം മരിച്ചവർക്ക് കിട്ടും എന്നതിൽ തർക്കമില്ല. വിതരണം ചെയ്യുന്നവരൊക്കെ കേൾക്കണില്ലേ ഞാൻ പറയുന്നത്? വാങ്ങുന്നവർ കേൾക്കണില്ലേ? അതറിയാണ്ട് ഇങ്ങനെ കൈകൊണ്ട് വാങ്ങിയാൽ മതി. നമ്മൾ ഇത് കേൾക്കണം. എന്താണ് ഇവിടെ എന്നറിയില്ല, മരിച്ച വീട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, മരിച്ച വീട്ടിൽ യാസീൻ ഓതൽ. മയ്യത്തെടുക്കാനാകുമ്പോ യാസീൻ ഓതും, ഫാത്തിഹ എന്ന് പറയും, ഫാത്തിഹ യാസീൻ ഓതും. അപ്പൊ ഈ കൂടിയത് പോലെ 1000 ജനങ്ങൾ ഇവിടെ ഞാൻ കൂടിയാൽ ഫാത്തിഹ അല്ലെങ്കിൽ യാസീൻ എന്ന് പറയുമ്പോഴേക്ക് കാണാം അവിടെ ഇങ്ങനെ ഒരുത്തൻ, അവിടെ ഒരുത്തൻ, ഇവിടെ ഒരുത്തൻ, 4-5 ആള് ഓതിട്ട് പോലെ
ഇങ്ങോട്ട് തലയിൽ നോക്കി എല്ലാം കൂടി ഭയങ്കര ഒരു ആളുകളെ കയറ്റുമ്പോഴെല്ലാം കൂടി ഒരുത്തിരിങ്ങനെ കൂടിയിരുന്നു. എന്നാണ് ഈ യാസീൻ ഓതുന്നതിനും ഫാത്തിഹ ഓതുന്നതിനും പ്രതിഷേധം രേഖപ്പെടുത്തുക. ഇപ്പൊ അടുത്ത് ഒരു 6 മാസം മുമ്പ് ഞാൻ വീട്ടിൽ പോയി, മരിച്ച വീട്ടിൽ. പറഞ്ഞ പോലെ എല്ലാവരും യാസീൻ ഓതുന്നു. അപ്പോ ഒരു വലിയ വ്യക്തി പെട്ടെന്ന് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് എഴുതിയിട്ട് കുറെ അങ്ങോട്ട് പോയിട്ട് അവന് പറ്റിയ വേറൊരുത്തനുണ്ട്, ഓനടുത്ത് പോയിരുന്നു. എന്റെ അണ്ണേ ഉള്ളൂ അയാളിടയിൽ യാസീനോ എന്നൊക്കെ ആള് എന്തോ ഒരു വിഷം കുടിക്കുന്ന നിലക്ക് സാധാരണ പറയുന്നത് പിശാചിന് കുന്നിരിക്കും പോയിരിക്കുന്നത് പോലെയാണ്. അതുപോലെ യാസീനും കൂടി തുടങ്ങുമ്പോ ഇവർക്കൊരു കുന്തിരിക്കമാണ്, വല്ലാത്തൊരു ഹാലത്താണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു മയ്യത്തിന് വേണ്ടി ഓതി ദുആ ചെയ്താൽ അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് മുഴുവനും ഏകോപിച്ച് പറഞ്ഞു. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ ഓതിയതിനു ശേഷം മയ്യത്തിനു വേണ്ടി ദുആ ചെയ്യണം. ഇതിന്റെ സവാബ് അദ്ദേഹത്തിന് കൊടുക്കാൻ ദുആ ചെയ്യണം എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു ദുആ ചെയ്തോളണമെന്നില്ല, അല്ലാണ്ട് തന്നെ കരുതി ഒഴിച്ചാൽ മതി. അത്രയും ശക്തമായി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, സദഖ ചെയ്യുക, ഇത് പ്രതിഫലമുള്ളതാണ്. മരിച്ചവരുടെ നല്ല കാര്യങ്ങൾ ഇതിന് പറയണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇരിക്കുമ്പോൾ ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ എല്ലാവരും നല്ല മനുഷ്യനായുള്ളൂ, അയാൾ മരിച്ചുപോയല്ലോ പടച്ചോനെ എന്നിങ്ങനെ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വജബത്ത് എന്ന് പറഞ്ഞു. സ്ഥിരപ്പെട്ടു എന്ന്. കുറച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒരു മനുഷ്യൻ, ഒരു മുനാഫിക്ക് എന്റെ മയ്യത്ത്. അപ്പൊ ആളുകൾ പറഞ്ഞു അൽഹംദുലില്ലാ, ഈ ചങ്ങായി ഇവിടുന്ന് കഴിച്ചലായി കിട്ടിയത് നന്നായി, അവൻ ഇവിടുന്ന് പോയി കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞു. അപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ വജബത്ത് എന്ന് പറഞ്ഞു. ആരും വജബത്ത് യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ തങ്ങൾ വജബത്ത് എന്ന് പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്നാമത്തെ വയ്യത്തിന്റെ മേൽ നിങ്ങളെല്ലാവരും മദഹ് ചെയ്ത് പ്രശംസിച്ചപ്പോൾ അല്ലാഹു അത് സ്വീകരിക്കുകയും അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്വർഗം തരപ്പെട്ടു. അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങളുടെ സാക്ഷികൾ ആണ്. രണ്ടാമത്തെ ആളെ പറ്റി നിങ്ങൾ അയാൾ ദോഷം ചെയ്തതിങ്ങനെ എടുത്തു പറഞ്ഞു. അപ്പോൾ വജബത്ത് നാർ, അല്ലാഹു തആല അവന് നരകം നിർബന്ധമാക്കി, അവൻ നരകം അവന് സ്ഥിരപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്കുറു മഹാസിന മൗതാക്കും, മരിച്ചവരുടെ നല്ല കാര്യങ്ങൾ മാത്രം പറയുക. നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ അയാളിൽ വല്ല അബദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും എടുത്തു പറയരുത്, നിങ്ങൾ നല്ലത് മാത്രമേ പറയാവൂ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവர்களെയോ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളവர்களെയോ അതുപോലുള്ള മഹാന്മാരെയോ നമ്മൾ എടുത്തു നോക്കിയാൽ അവന് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല. ജീവിതം മുഴുവനും നല്ലതാണ് പറഞ്ഞത്, ജീവിതം മുഴുവനും നല്ലതാണ് ചെയ്തത്, നല്ലതാണ് കേട്ടത്. അങ്ങനെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചതല്ലാതെ പറയാനില്ല. അങ്ങനെ പറയുന്നത് സുന്നത്താണ്. അവർക്ക് ഖുർആൻ ഓതുന്നത് നമുക്ക് രക്ഷക്കൊണ്ടുള്ള മാർഗമാണ്.
അവർക്ക് മാത്രമല്ല നമ്മൾക്കും കൂടി രക്ഷയുണ്ടാകും കേട്ടോ. അവർക്ക് വേണ്ടി ഒരു ഖത്തും ഓതിയാൽ അവർക്കതിന്റെ പ്രതിഫലം കിട്ടുന്നതിന് പുറമെ നമുക്കും കൂടി അതിന്റെ വലിയ പ്രതിഫലമെല്ലാം തരികയും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ച കൂട്ടത്തിൽ നമ്മളെ പെടുത്തും, ഖുർആനെ പ്രിയം വെച്ച കൂട്ടത്തിൽ പെടുത്തും എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടത്തേക്ക് ഖുർആനോദി ഹദിയ ചെയ്യണം, സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്യണം, ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ മരിച്ചുപോയ എല്ലാവർക്കും എന്റെ ചെറുപ്പത്തിൽ ജാലിയത്ത് പഠിക്കുന്ന കാലത്ത് മർഹൂം ഇക്കാസം മുസ്ലിയാരുടെ തുണക്കാരനൊരാളുടെ മുഹമ്മദ് മാസ്റ്റർ അല്ലെ, മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഇവിടെ ഒരാളും തോന്നല്ലെങ്കിലും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്ന ആളായിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉറച്ചു നിന്ന് ഒരുപാട് ആളുകൾ ഇന്ന് ഈ കാണുന്ന ജനങ്ങളുടെ പിതാക്കന്മാർ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും പൊറുത്തു കൊടുക്കുമാറാകട്ടെ, അവരുടെ ഖബറിനെ സ്വർഗ്ഗതുപ്പാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ചിന്തിക്കണം, മൗത്തിനെ എപ്പോഴും ഓർക്കണം, ആ മൗത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഉണ്ടാവണം എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഖാദി സ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ചെറിയ തമാശയുള്ള കാര്യമല്ല. ഖാദി സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഖാദി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ഇനി പറ്റൂല. മകളെ കെട്ടിച്ചു കൊടുക്കാൻ ബാപ്പക്ക് അധികാരമുണ്ട്. കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേന്ന് അയാൾ വേണ്ടാന്ന് പറയാനും ബാപ്പക്ക് അധികാരമില്ല. അത് കഴിഞ്ഞതല്ലേ, പിന്നെ എനിക്ക് കഴിയൂല. അതുപോലെ ഖാദിയായി ഏറ്റുകഴിഞ്ഞാൽ അധികാരം ഉറച്ചു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ദീനിയായ കാര്യങ്ങൾ പറയാനുള്ള അധികാരം ഖാദിക്കാണ്. അത് പറഞ്ഞാൽ നമ്മൾ കേൾക്കാനുള്ള ബാധ്യത നമുക്കാണ്. അല്ലാഹു തആല ഈ സ്ഥലത്ത് ഖാദിയായി ഒരുപാട് കാലം പ്രവർത്തിക്കാനും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് നടക്കാനും ഈ നാട്ടുകാർക്കും തങ്ങളവറുകൾക്കും തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെല്ലാവരും ചെറിയ ചെറിയ ഖാദിമീങ്ങളാണ്, ദീനിന്റെ ചെറിയ ഖാദിമീങ്ങളാണ്. ഈ ഖാദിമീങ്ങളായ ഞങ്ങൾ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ, പൂർവികന്മാർ നടന്നു വന്ന അവരുടെ വഴികൾ പിന്തുടർന്ന് അതിന് പിന്നാലെ നടക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സ്ഥാനവും ഇതെല്ലാം തരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, വലിയ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, മറ്റുള്ള സയ്യിദന്മാർ, അവർക്കെല്ലാവർക്കും, അതുപോലെ കരീമാജി ഇവിടെ പിതാവ്, നിങ്ങളാരും അറിയുമ്പോലല്ല, വാരി കോരിയിട്ട് കണക്കില്ലാണ്ട് സദഖ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകൻ കരീമാജിക്കും അതുപോലെ ഇവിടെയുള്ള മറ്റു പ്രവർത്തകർക്കും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകർക്കും നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വെറും കാശ് കൊടുക്കുന്നതുകൊണ്ട് മാത്രമല്ല, കാശ് എല്ലാവർക്കും കൊടുക്കാനുണ്ടാവില്ലല്ലോ. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ അംഗം വരുമ്പോൾ ഉറക്കൊഴിയാനും അതിൽ സജീവമായി പ്രവർത്തിക്കാനും ഇന്ന് തന്നെ നിങ്ങളെല്ലാം ഇപ്പൊ സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ഞാൻ പൊന്നാനി പോയിട്ട് വരിക 3:30 മണിക്ക് മർക്കസിന്ന് പുറപ്പെട്ട്, പക്ഷെ റോഡ് ബ്ലോക്കായിട്ട് പൊന്നാനി എത്തിയത് മഗ്‌രിബിന്റെ ശേഷമാണ്. മഗ്‌രിബ് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. റോഡ് പറ്റാതെ ബ്ലോക്കായിപ്പോയി. അങ്ങനെ മഗ്‌രിബിന് ശേഷം അവിടുന്ന് പ്രസംഗിച്ച് ഇപ്പം ഇങ്ങോട്ട് വരാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്റെ ചെറുപ്പക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രംഗത്ത് നിങ്ങൾക്ക് യാതൊരു ഭിന്നിപ്പും ഉണ്ടാകരുത്.
ഒറ്റക്കെട്ടായി ഒരേ ഒരു മനസ്സോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക. ഭൗതികമായ കാര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം, രാഷ്ട്രീയമായി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ രംഗത്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് നിങ്ങൾ നിൽക്കണം, പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ ബരിക്കുൽ മുലൂക്കായ അല്ലാഹ് ഇന്ന് ഖാദി സ്ഥാനം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾക്ക് ഈ ഖാദി സ്ഥാനം നിർവഹിക്കാൻ ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മുറാഹിമീനായ അല്ലാഹ് ഈ സദസ്സിലുള്ള എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. നിങ്ങളുടെ സർവ്വ രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാഹ്. നിങ്ങളുടെ കുടുംബങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്. അടുത്ത ഒരുപാട് ആളുകൾ മെഡിക്കൽ കോളേജിൽ കിടക്കുന്നവർ, മറ്റ് ആസ്പത്രിയിൽ കിടക്കുന്നവർ, വളരെ ബുദ്ധിമുട്ടിയ ഒരുപാട് ആളുകൾ ടെലിഫോൺ ചെയ്തിട്ടും അല്ലാതെയും വന്ന് പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. നിങ്ങളെ ഈമാനും ഹിദായത്ത് ഏറ്റിത്തരണേ തക്ക. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ മറ്റെല്ലാവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണം റഹ്മാൻ. ബിഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ നാട്ടിലെ ഓരോ കുതിരുകളിൽ നിന്നും കൊട്ടാരങ്ങളിൽ നിന്നും എല്ലാവരും ധാരാളം തഹ്ലീലുകൾ, 1,00,000 തഹ്ലീൽ ചെല്ലുന്നവരുണ്ട്, 70,000 തഹ്ലീൽ ചെല്ലുന്നവരുണ്ട്, 50,000 തഹ്ലീൽ ചെല്ലുന്നവരുണ്ട്. കോഴിക്കോട് ജില്ല SSF എല്ലാ സെക്ടറുകളും ഖത്മുകളും അതുപോലെ തഹ്ലീൽ മജ്‌ലിസുകളും ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. എല്ലാ മഹാനായ ഉസ്താദ് അവരെ ഏൽപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഉസ്താദുകൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. ഇനി ഒരു പ്രസംഗം പരിപാടികളും ഒന്നും നമുക്ക് ബാക്കിയില്ല. ദുആ ചെയ്ത സമയത്തും ഈ സദസ്സിന് വേണ്ടി ഏറ്റവും കട്ട സഹായിച്ച മാന്യ വ്യക്തിത്വമാണ് ഷാജൻ റഫീഖ് ഹാജി. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, ഖബറിനെ വിശാലമാക്കണേ അല്ലാഹ്, അവരെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതുപോലെ തന്നെ ഈ മഹത്തായ സംരംഭത്തിൽ നമ്മുടെ ധാരാളം കാരണവന്മാർ, NK അഹമ്മദ് കോയ ഹാജി മരണപ്പെട്ട്, NB മൊയ്തീൻകുട്ടി ഹാജി മരണപ്പെട്ട്, B മുഹമ്മദ് മേലേത്തോടെ മരണപ്പെട്ട്, അതുപോലെ തന്നെ NB കുഞ്ഞു മൊയ്തീൻ മരണപ്പെട്ടു. അങ്ങനെ കുഞ്ഞു മുഹമ്മദ് നമുക്ക് ആദ്യ സ്ഥലത്തിന് അഡ്വൻസ് കൊടുത്ത കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞാമാക്കാൻ നമ്മൾ വിളിക്കും, അവർ മരണപ്പെട്ടു. അതുപോലെ തന്നെ സർഫ ഹാജിയുടെ ഉമ്മ ഫാത്തിം ഹാജി മരണപ്പെട്ടു. അവരുടെ വലിയ സയ്യിദ് മുഹമ്മദ് ഹാജി മരണപ്പെട്ടു. അങ്ങനെ കുറേ ആളുകൾ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് റഫീഖ് ഹാജി, അദ്ദേഹത്തിന്റെ ഉമ്മ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. കുറച്ച് തഹ്ലീൽ ചെല്ലുന്ന സമയത്ത് സ്വാതന്ത്ര്യ കേന്ദ്രത്തിലേക്ക് ഉസ്താദിന്റെ ക്ഷീണവും പ്രയാസവും വിഷമവും നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. ആരും വിഷമിക്കാത്ത രൂപത്തിൽ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ നല്ലൊരു സംഖ്യ സ്വാതന്ത്ര്യം കേന്ദ്രത്തിലേക്ക് നമ്മുടെ സെക്ടറിലുള്ള എല്ലാ ആളുകൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഹെൽത്ത് കാർഡ് നൽകാൻ ഭീമമായ സംഖ്യ നൽകുന്നതാണ്. ആരെങ്കിലും ഒരു 1000 റുപ്യ നൽകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഉസ്താദിന്റെ കയ്യിൽ ഒന്ന് കൊടുക്കും. സ്വാതന്ത്ര്യം കേന്ദ്രത്തിലേക്ക് നമ്മുടെ മഹല്ലത്തിന്റെ ഇപ്പോഴത്തെ മുത്തവല്ലിയായ നമ്മുടെ മഹല്ലത്തിലെ ജനറൽ സെക്രട്ടറി കൂടിയായ ഇതിന്റെ കണ്ണൂർ കൂടിയായ പ്രിയപ്പെട്ട ഹംസക്കായ ഭാഗത്തവി നമ്മുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അവരുടെ ജയുത്ത അബ്ദുൽ ഖാദർ ഹാജി, അവരെല്ലാ രോഗവും നീ ഷിഫയാക്കണയാവുക, ഷിഫയാക്കണയാവുക. അപ്പൊ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയും ഇൻഷാ അല്ലാഹ്. മഹാനായ ചർമ്മട് ഇബ്രാഹിം കുട്ടി ഹാജി, ചാലിം അബ്ദുൽ കരീം ഹാജി, ഡോക്ടർ ഹനീഫ, അങ്ങനെ തുടങ്ങിയ എല്ലാം, കണ്ണൂർ തളിപ്പറമ്പിൽ മൂസഫായ ഹാജി, ഇങ്ങനെ തുടങ്ങിയ പല വിദൂര ദിക്കുകൾ നമ്മുടെ സദസ്സിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം ബാദുഷാ അല്ലാഹു തആല അവർക്ക് വലിയ ബർക്കത്ത് അല്ലാഹു തആല നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സയ്യിദ് ഹുസൈൻ എല്ലാ അറബി മാസം അവസാനത്തെ ബുധനാഴ്ച വലിയ കുതുബിയത്തിന്റെ മജ്‌ലിസ് നടക്കുന്ന സയ്യിദ് അഹ്മദ് തങ്ങൾ ഹുസൈൻ തങ്ങൾ
നിസാർ ഹാജി, ബഷീർ ഹാജി തുടങ്ങി ധാരാളം ആളുകൾ, ജലീൽ സഖാഫി തുടങ്ങി നിസാർ ഹാജിയൊക്കെ മരിച്ച നിമിഷം തൊട്ട് ഇതുവരെ ബഷീർ തുടങ്ങിയവരൊക്കെ അൽഹംദുലില്ലാഹ് വളരെയും കഷ്ടപ്പെട്ട് നിസാർ ഹാജിയുടെ ബാപ്പയുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്. അവരുടെ പേര് മുത്താപ്പ കുട്ടിക്കോയ ഹാജി തുടങ്ങിയത് ഈ മഹല്ലത്തിന്റെ സെക്രട്ടറി, അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് ജദ്ദിദൂ ഈമാനകും വനബ്ബിറൂ ഖുലൂബകും വസയ്യിനൂ അൽസനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 إله إلا الله لا 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 إله إلا الله. മഹാനായ ഉസ്താദ് അവരുടെ ദുആ ആരംഭിക്കുകയായി. കുറഞ്ഞ മിനിറ്റുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സദസ്സിൽ സംബന്ധിക്കുന്നതിനോട് മാത്രം കർണാടകയിൽ നിന്ന് മംഗലാപുരത്തു നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെ അബ്ദുറഹ്മാൻ വന്നിട്ടുണ്ട്. അവർ 5 സഹോദരൻ അബ്ദുൾ റഷീദ്, അവർ 5 സഹോദരൻ ഖാസിം, വന്നിരായ ശൈഖുൽ ഉസ്താദ് അവരുടെ സ്വന്തം ഉപ്പയെ പോലെ കണ്ടവരാണ്. അവരുടെ ഉപ്പ മുഹമ്മദ് ഹാജി ജീവിതത്തിലെല്ലാം നീ ഖൈർ ബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്തിനെ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കടലുണ്ടി എല്ലാ മാസവും നടന്നു വരുന്ന നമ്മുടെ സ്വലാത്ത് മജ്ലിസ് അടുത്ത ഒക്ടോബർ 22-ാം തീയതി ആണ്. എല്ലാവരും അത് ഓർമ്മയിൽ വെക്കുക. എല്ലാവരും ഇൻഷാ അല്ലാഹ് അന്ന് വളരെ വിപുലമായി തന്നെ മഹാൻ അവരുടെ പേരിലുള്ള ദുആ മജ്ലിസ് നടക്കുന്നതാണ്. മലപ്പുറം സ്വലാത്ത് നഗറിൽ അടുത്ത വ്യാഴാഴ്ച 8-ാം തീയതി മഹാനായ ഉസ്താദ് ശൈഖുന അവരുടെ പേരിൽ പ്രത്യേക അനുസ്മരണ സമ്മേളനങ്ങളും ദിക്ർ ദുആ മജ്ലിസുകളും നടക്കുന്നു. നേരത്തെ ഉണർത്തിയ പോലെ വരുന്ന നവംബർ 5-ന് മഞ്ചേശ്വരത്ത് മൻഹർ നൂരി തഅലീമിൽ ഇസ്ലാമി എന്ന സ്ഥലത്ത് ആ സ്ഥാപനത്തിൽ ഇൻഷാ അല്ലാഹ് വലിയ ദിക്ർ ദുആ മജ്ലിസുകൾ നടക്കുകയാണ്. ധാരാളം ബസ്സുകൾ, വാഹനങ്ങൾ പല ഭാഗത്തും ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. പറ്റാവുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് ഒരു മഹാനവറുകൾ നമുക്ക് ചെയ്യാനുള്ളത് ആ സ്ഥാപനം ഏറ്റെടുക്കുക എന്ന് മഹാനവർ തുടങ്ങി വെച്ചത് അസ്തമിക്കാൻ പാടില്ല. മൻഹർ നമ്മുടേതാണ്. മൻഹറിന്റെ കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. മൻഹറിന്റെ കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ സംഭാവനകളും നേർച്ചകളും നിങ്ങൾ നേരുക. അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ജദ്ദിദൂ ഈമാനകും വനബ്ബിറൂ ഖുലൂബകും وزينوا ألسنتكم بقولي لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله. കൈ പിടിച്ച് വലിക്കരുത് ഉസ്താദിന്റെ. لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله لا إله
إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ ദുആക്ക് നേതൃത്വം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ആദ്യം ഉസ്താദിന് വേണ്ടി പൂർണ്ണ ആരോഗ്യ ദീർഘായുസ്സോടുകൂടെ ദീർഘകാലം ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ, ഈ രാജ്യത്തിന് നേതൃത്വം, നമുക്ക് പാവപ്പെട്ടവർക്ക് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ ക്ഷീണവും തളർച്ചയും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ 10,000 ശിഷ്യന്മാരെ ഇനിയും വളർത്തിയെടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ തണലിലായി ദീർഘകാലം നമുക്ക് സംഘടനാ പ്രവർത്തകർക്ക് കഴിയാൻ, മുഹിബ്ബീങ്ങൾക്ക് ആശികങ്ങൾക്ക് കഴിയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ചൊല്ലിയ എല്ലാ തഹ്ലീലിലും പേര് പറയാൻ ലക്ഷക്കണക്കിന് തഹ്ലീൽ, കോടിക്കണക്കിന് തഹ്ലീൽ, 5 കോടി തഹ്ലീൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലാ SSFന്റെ പ്രവർത്തകർ ചൊല്ലുന്നുണ്ട്. അതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. കടലിന്റെ മഹല്ലത്തിലെ എല്ലാ വീടുകളെയും ചാരിയത്തും പരിസരങ്ങളിലും ഒക്കെ തഹ്ലീലുകളും സ്വലാത്തുകളും ചൊല്ലുന്ന എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാന ഉസ്താദ് അവരുടെ ദ്വാരക്കുന്നു. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم اوصل وبلغ صواب ما قرأناه من القرآن العظيم وما صلينا وما حللنا وما ذكرنا إلى حضرة حبيب سيدنا محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وذرياته وأهل بيته إلى يوم الدين، خصوصا منهم إلى حضرة من قرأنا لأجله واجتمعنا بسببه المرحوم السيد عمر الفاروق نور الله مرقده يا أرحم الراحمين. اللهم زد له فضلا لا فضله وشرفا لا شرفه. اللهم اجعل ثواب ما قرأناه وخللناه زيادة في درجاته وفي حسناته يا أرحم الراحمين. واجعل ثواب ذلك فداء وفكاكا لنا وله من عذاب القبر ومن عذاب النار. اللهم اجمع بيننا وبينه في دار القرار مع النبي المصطفى المختار. اللهم اجعل قبره روضة من رياض الجنة ولا تجعل قبره حفرة من حفر النيران. اللهم ادخل في قبره الضياء والنور والبهجة والسرور إلى يوم النشور إنك ملك رب غفور. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم اغفر لنا بحق القرآن. اللهم اغفر لنا وللسيد عمر الفاروق. اللهم ارحمنا وارحم موتانا يا أرحم الراحمين. اللهم اجعل القرآن شفيعا لنا عندك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.